everyone, welcome back to Silent Learning. It's me, Jamshad. സംഭവം ശരിയാണ്. 2025 ഈ വർഷത്തെ ആനുവൽ ഇവാലുവേഷൻ, ആനുവൽ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നിങ്ങൾ സെറ്റ് ആക്കിയാൽ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, പാറ്റേൺ പഠിച്ചാൽ മക്കളെ പിന്നെ നിങ്ങൾ സേഫ് ആണ്. കാരണം എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലിയർ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. ചുമ്മാ ചാപ്റ്റർ മൊത്തം കുറെ വായിച്ചു പോയിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ പൊട്ടും, അല്ലെങ്കിൽ പാളും, അല്ലെങ്കിൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. സോ അതിന് നമ്മളെ കറക്റ്റ് റൂട്ടിലൂടെ പോകണം. ആ റൂട്ടാണ് നമ്മുടെ സൈലും കാണിച്ചു തരാൻ പോകുന്നത്. സോ സെറ്റ് ആക്കിക്കോ, പഠിച്ചോ, സെറ്റ് ആക്കിക്കോ. സോ ഇതുപോലത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തോളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നു ഇത്തവണത്തെ എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഡിസ്കോഴ്സസ്, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നമ്മൾ വിത്ത് പ്രൂഫാണ്. നോക്കിക്കോ, പാസേജ് ചോദിക്കും, ഏതെങ്കിലും ഒരു പാസേജ് ചോദിച്ചേക്കാം. ഓക്കെ, ഇത് അത്ര എക്സ്പെക്റ്റബിൾ അല്ല കേട്ടോ. കാരണം പാസേജ് പൊതുവെ ചോദിക്കാറില്ല. നിങ്ങൾക്ക് ചോദിക്കാറുള്ളത് കവിതകളാണ്. ഒരു കവിത കൊടുത്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അതിലൊരു ഡിഫറെന്റ് ആയിട്ട് മിക്കവാറും ഇപ്രാവശ്യം ഒരു പാസേജ് ആയിക്കൂടായികയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കവിത നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഏതൊരു കവിത കിട്ടിയാലും മനസ്സിലാക്കാനും പറയാനും ആക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി കോൺവെർസേഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സിറ്റുവേഷൻ തന്നിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ വേണ്ടി തരും. പോസ്റ്റർ മേക്കിംഗ് ഉണ്ടായിരിക്കും തരും. ഓക്കെ, ഓസോൺ പാളി അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസോ അല്ലെങ്കിൽ സേവ് വാട്ടറിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു പോസ്റ്റർ മേക്കിംഗ് ഉണ്ടായിരിക്കും. തോട്ട് റൈറ്റിംഗ്, നമ്മുടെ ചാപ്റ്ററിലുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ചിന്ത എന്തായിരിക്കും എന്ന് എഴുതാനുണ്ടായിരിക്കും. സോ എഡിറ്റിംഗ് ഉറപ്പാണ് മക്കളെ. എല്ലാ ആനുവൽ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്. ഡിസ്ക്രൈബ് എ സ്റ്റോറി അല്ലെങ്കിൽ ഒരു പിക്ചർ, ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കും, അല്ലെങ്കിൽ കുറെ പിക്ചറിൽ കുറച്ച് സ്റ്റോറി കൊടുത്തിട്ട് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. റീഅറേഞ്ച്, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റീഅറേഞ്ച്. ഒരു 4-5 സംഭവം തരും, 4-5 പാരഗ്രാഫ് തരും, പാരഗ്രാഫ് അല്ല ഒരു പോയിന്റ് തരും. എന്നിട്ട് ഇതൊരു കഥയെ എന്താക്കാൻ വേണ്ടിയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി തരും. ഓക്കെ, അങ്ങനെ തരാറുണ്ട്. ഈ എഡിറ്റിംഗ് പിന്നെ ഇവിടെ കയറിക്കണ് ഓൾറെഡി വന്നതാണ് ഗൈസ്. ഓക്കെ, പിന്നെ ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. ന്യൂസ് റിപ്പോർട്ട് സെറ്റ് ആണോ, അത് പഠിക്കണ്ടേ? അതുപോലെ തന്നെ വേർഡ് പിരമിഡും ചോദിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ എക്സ്ട്രാ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് കൂടി എക്സ്പെക്റ്റബിൾ ആണ് ഇത്തവണ. ഏതായാലും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും. നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫ് ആക്ച്വലി കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ മിക്കതും. 2021-ലെയും 2022-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാലോ. യെസ്, അപ്പൊ ഈ വീഡിയോ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണ്. സോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നമ്മൾ നേരെ പോകുന്നു ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് 2023 കേട്ടോ. 2023 കണ്ടോ ഒരു പോം തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോൺവെർസേഷൻ, കാർലയും ഫാദറിന്റെയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ്, എന്തിനാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, വന സംരക്ഷണത്തെ റിലേറ്റഡ് ആയി നിങ്ങളോട് പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താടാ, അമാന്റെ തോട്ട് എന്താണെന്ന് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. പിക്ചർ അത്ര ക്ലിയർ അല്ലെങ്കിലും തോട്ട് നമ്മൾ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ എന്തോ ഇവിടെ എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്, എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പിക്ചർ നോക്കാൻ പറയും. 4-5 പിക്ചർ അങ്ങോട്ട് തന്നിട്ട് നിങ്ങളോട് ആ ഒരു സ്റ്റോറിയിലെ ഇവന്റ് എന്താണ്, ആ സ്റ്റോറി മേക്കിംഗ് പരിപാടിയാണ് ഇത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ കണ്ടോ, പിന്നെയും കവിതകളാണ് ഗൈസ്. കവിത തരുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കവിതയ്ക്ക് ടൈറ്റിൽ എഴുതാൻ, അതിൽ റൈം സ്കീം ചോദിക്കും, റൈമിംഗ് വേർഡ് ചോദിക്കും, സിമിലി ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, ഏതൊക്കെയാ ചോദിക്കുന്നത്. പിന്നെ തോട്ട് എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. തോട്ട് എന്താ ചോദിച്ചത്, ചാമ്പ് എന്ന കഥയിലെ രാധ അമനെ സേവ് ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടി. ഓക്കെ, നേഹ അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരിക്കും അവളുടെ തോട്ട്, എന്തായിരിക്കും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സിൻഡ്രലയിലെ കുറച്ച് ഇവന്റ് തന്നിട്ട് നിങ്ങളോട് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. യെസ്, ഇനി എഡിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ വരുമെന്ന് മനസ്സിലായല്ലോ. യെസ് യെസ് പിടിച്ചോ. ഓക്കെ, ജസ്റ്റ് ഗ്ലിച്ച് വന്നതാണ്. ഇവിടെ നോക്കിക്കോ. അതിനുശേഷം ഡിസ്ക്രൈബ് ദ പിക്ചർ ഗിവൻ ബിലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ട് അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. നേരത്തെ തന്നതിൽ എന്തായിരുന്നു, ഒരു 4-5 ചിത്രം കൊടുത്തിട്ട് അതിൽ എന്തായിരുന്നു അതിന്റെ സ്റ്റോറി മേക്കിംഗ് ആയിരുന്നു. ഇപ്പോ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾ അതോട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെ കാണുന്നുണ്ട്, ഇത് എവിടെയാണ്, എന്താണ്, ഇത് പോസ്റ്റ് ഓഫീസ് എന്നല്ലല്ലോ, റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ, എന്താ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെ ക്വസ്റ്റ്യൻ തരും. അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ തരും. യെസ്, സിൻഡ്രലനെ പ്രിൻസ് കെട്ടി. സിൻഡ്രലയുടെ സ്റ്റെപ്പ് മദറും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട് അവിടെ. ഓൾ ദ കൺട്രിമാൻ ഗാദർഡ് ആൻഡ്
palace to greet them. The next day, all the newspaper report the wedding. ആ കല്യാണം കിടിലേശ് കല്യാണം അതെന്താ ന്യൂസ്പേപ്പറിലൊക്കെ വരികയാണ്. ഇങ്ങനെ ഉണ്ടായിരിക്കും. അത് വന്നിട്ടുണ്ട്. പിന്നെ എന്താടാ ചോദിച്ചത്, പോസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡിസ്പ്ലേ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ. ഓക്കെ, നിങ്ങൾ ഫ്രൈഡ് ചിക്കൻ കടിച്ചു പിടിക്കുന്ന ഒരു പിക്ചറാണോ കൊടുക്കുക? അല്ലല്ലോ, ഏതായിരിക്കും കൊടുക്കുക? ഓക്കെ, ഇത് വെച്ചിട്ടൊരു വേർഡ് പിരമിഡ് സെറ്റ് ആക്കാൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ വേർഡ് പിരമിഡ് എന്ന് കൊടുത്ത കാരണം ഇതുപോലത്തെ ഏതെങ്കിലും റിഡിലോ വേർഡ് പസിൽസോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആണ്, പൊതുവെ ചോദിക്കാറുണ്ട്. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ ആയിട്ട് പാസ്സാകും. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ സെറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനിയുള്ള എക്സാമുകൾ പഠിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആക്കുക. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോ ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, യൂസ്ഫുൾ ആണോ എന്നുള്ളതും കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഏതാണോ ടഫ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുക. അതിനുള്ള റെഫറൻസ് ആണ് വി ഹാവ് ഓൺലി എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കമന്റ് ബോക്സ്. സോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചാനൽ കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വാട്സ്ആപ്പ് ചാനലിൽ ഈ ഒരു QR കോഡ് എന്താക്കുക, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്തിടുക. നിങ്ങൾക്ക് അതിൽ പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ടും അല്ലാത്തതായിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സുകളായിട്ട് അതിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്രീ നോട്ട്സിന് വേണ്ടി കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നോട്ട്സ് കിട്ടും. സോ നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷ് പിന്നെ അവർക്ക് ഫുൾ മാർക്ക് ആയിരിക്കും, ഫുൾ ഗ്രേഡ് ആയിരിക്കും, സെറ്റ് ആക്കാം. അതുപോലെ ഇതുപോലെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് ലൈക്ക് ചെയ്യുക. അപ്പോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ. താങ്ക് യു. ലവ് യു ഓൾ.